മാജിക്കൽ അക്വേറിയം തന്നെയാണ് കേസ് കാണുന്നത്. വലിയൊരു അക്വേറിയമാണ്, ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്ന കാഴ്ച. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മത്സ്യകന്യകളുടെ രൂപമാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാടിൽ ഒരു അല്ലേ ആദിമ മനുഷ്യർ നിൽക്കുന്ന ഒരു തീമാണ് ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വർത്തായിട്ടുണ്ട് കേസ്. നമ്മളൊക്കെ ഈ രാജസ്ഥാൻ്റെ ഈ തീം അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിന് റീൽസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക സെറ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നല്ല ഓണമായിട്ട് നമ്മുടെ പാലക്കാട് കോട്ട മൈതാനത്തെ ഓണച്ചമയം നടക്കാൻ കേട്ടോ. മാതൃഭൂമി അവതരിപ്പിക്കുന്ന ഓണച്ചമയം 2026 ഫ്രണ്ടിൽ തന്നെ ഒരു അടിപൊളി നീരാളി കേട്ടോ. ഒരു നീരാളിൻ്റെയൊക്കെ ഒക്ടോപ്പസ് ഒരു നീരാളിൻ്റെയൊക്കെ വെച്ചിട്ട് ഉള്ളതാണ് കേട്ടോ. അടിപൊളി കാഴ്ചകളാണ് അകത്ത്. അപ്പോൾ എന്തായാലും ഓണമായിട്ട് നല്ല തിരക്കുണ്ട്, എല്ലാവരും വന്ന് നിൽക്കുന്നുണ്ട് കേസ്. നമ്മുടെ സപ്ലൈകോ ജില്ലാ ഓണ ഫെയർ ഉണ്ടല്ലോ, അതിൻ്റെ നേരെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവിടെയാണ് ടിക്കറ്റൊക്കെ എടുക്കാൻ പോണത് അല്ലേ സോ? അപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഈ ഭാഗത്താണ് വരുന്നത്. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് നമ്മുടെ കോട്ടയുണ്ടല്ലോ, കോട്ടൻ്റെ ഫ്രണ്ടിൽ നമ്മുടെ കോട്ട മൈതാനത്ത് ഓണച്ചമയം 2026 ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കണ്ടില്ലേ ബാക്കിൽ കണ്ടില്ല കേസ്, അടിപൊളി നീരാളിയൊക്കെ ആയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളിൽ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഓണത്തിന് എന്താ പറയുക നമുക്ക് ഒരു അടിപൊളി ഒരു അനുഭവമായിരിക്കട്ടെ കേസ് ഈ ഓണം. അപ്പോൾ അകത്ത് എന്തൊക്കെയാണ് കാഴ്ചകളെന്ന് നമുക്ക് നോക്കാട്ടെ കേസ്. ഈ ഫ്രണ്ടിൽ തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത്. അപ്പോൾ 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കൊക്കെ ഫുൾ ചാർജ് എടുക്കണം എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ കേസ് എന്തായാലും നമുക്ക് അകത്ത് പോയിട്ട് അകത്തെ കാഴ്ചകളൊക്കെ കാണാട്ടോ. ടിക്കറ്റ് എടുത്തോട്ടാ, നമുക്ക് അകത്ത് പോയിട്ട് കാഴ്ചകൾ നോക്കട്ടെ കേസ്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറി കഴിഞ്ഞു. കണ്ടില്ലേ ഗൈസ്, അടിപൊളി നല്ല കാർട്ടൂൺ പിക്ചറൊക്കെ വെച്ച് നല്ല അടിപൊളിയാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറുന്ന ഒരു ഫീലാണ് കേട്ടോ. നിറയെ എന്താ പറയുക നമുക്ക് പാറക്കെട്ടുകൾ പോലെയുള്ള ഭാഗം ഈ ഭാഗത്തൊക്കെ അങ്ങനെയാണ് കേട്ടോ. നല്ല ഇരുട്ടൊക്കെ ആയിട്ട് ആ ഒരു ഫീല് കിട്ടുന്ന ഒരു ഗുഹയ്ക്കകത്തൂടി പോകുന്ന ഒരു ഫീല് കിട്ടുന്ന ഒരു സംഭവമാണ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത്. DJ അമ്യൂസ്മെൻറ്റ് നമുക്കറിയാലോ, കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മളവിടെയൊക്കെ ഓരോ പരിപാടി ഗുണാക്കേവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അവരാണ് കേട്ടോ. അതൊക്കെ എന്താ പറയുക അടിപൊളിയുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തെ കാഴ്ചകളൊക്കെ കാണാട്ടെ കേസ്. ഈ ഫ്രണ്ടിൽ തന്നെ ഒരു പുലിയുടെ ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടല്ലേ, പുള്ളി പിട്ടുകാരി. അങ്ങനെ പൊക്കോ നീ, ഇങ്ങനെ പോവാം. അപ്പം അതങ്ങനെ എടുത്ത് പോവാം അല്ലേ. നമുക്കിതിനകത്ത് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്താണ് അക്വേറിയം, ഈ ഭാഗത്താണ് അക്വേറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. വെൽക്കം ടു ദി മാജിക്കൽ അക്വേറിയം. ഈ ഭാഗത്തൊക്കെ നല്ല അല്ലേ, നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയിലുള്ള മത്സ്യങ്ങൾ ഈ ഭാഗത്ത്. ഈ അക്വേറിയത്തിൽ 2-3 അക്വേറിയങ്ങൾ ഉണ്ട് കേട്ടോ. ഈ ഭാഗത്ത് 2-3 ഉണ്ട്. ഒരു വലിയൊരു അക്വേറിയം ഉണ്ട് സാർ അപ്പുറത്ത് നോക്ക്, കാണാൻ എന്താ രസം. അപ്പോൾ ഈ ഭാഗത്ത് ഏറ്റവും വലിയൊരു അക്വേറിയം ആണ് കേട്ടോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇതുവരെ ഇത്രയും വലിയൊരു അക്വേറിയം ശരിക്കും കണ്ടിട്ടില്ല കേട്ടോ കേസ്. നല്ല അതിശയമായിട്ട് തോന്നുന്ന ഒരു അക്വേറിയം ആണ്, അടിപൊളിയായിട്ടുണ്ട് കേസ്. കാണുന്ന കാഴ്ചയാണ്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു മീനുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കാഴ്ച കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്.
ശരിക്കും നമ്മൾ മാജിക്കൽ അക്വേറിയം തന്നെയാണ് കേസ് കാണുന്നത്. വലിയൊരു അക്വേറിയമാണ്, ഒരുപാട് മീനുകൾ ഇങ്ങനെ ഓടി നടക്കുന്ന കാഴ്ച. അപ്പോൾ ഈ ഭാഗത്തെ നമ്മുടെ അശോക സ്തംഭത്തിലെ സിംഹശിരസ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അത് വായിച്ച് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേസ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ മത്സ്യകന്യകളുടെ രൂപമാണ് കേട്ടോ അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു കാടിൽ ഒരു അല്ലേ ആദിമ മനുഷ്യർ നിൽക്കുന്ന ഒരു തീമാണ് കേട്ടോ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല എന്താ പറയുക, ഒരു കാടിനകത്ത് ഇരിക്കുന്ന പോലുള്ളൊരു ഫീലാണ്. ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അതൊരു പാമ്പൊക്കെ ഇങ്ങനെ മരത്തിൽ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു പാമ്പും ആ കാഴ്ചകളാണ് കേസ് ഇവിടെ കാണുന്നത്. അപ്പം നമ്മൾ അവിടെ നിന്ന് അങ്ങനെ എക്സിറ്റ് അടിച്ചിട്ട് വെളിയിലേക്ക് ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ല അടിപൊളിയായിട്ടാണ് ഒരു ചെയ്ത് വെച്ചിരിക്കുന്നത്. നോക്കാം. ഈ ഭാഗത്ത് അപ്പോൾ ഇവിടെ രാജസ്ഥാൻ ടീമിൽ നമ്മൾ ഓരോ കെട്ടിടങ്ങളുടെ രൂപമായിട്ട് കേസ് ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട്. നമ്മളെന്താ പറയുക, രാജസ്ഥാനിലേക്ക് പോയിട്ടുള്ള ഒരു ഫീല്, അങ്ങനെയൊക്കെ പോയിട്ടുള്ളവർക്ക് കിട്ടുക കേസ്, അങ്ങനെയുള്ളൊരു ഫീല് കിട്ടുന്ന ഒരു അടിപൊളിയായി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ എന്തായാലും വർത്തായിട്ടുണ്ട് കേസ്. നമ്മൾക്ക് ഈ രാജസ്ഥാൻ്റെ ഈ തീം അടിപൊളിയായിട്ടുണ്ട്. ഫോട്ടോഷൂട്ടിന് റീൽസിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി എന്താ പറയുക സെറ്റാണ് അവിടെ ഇട്ടിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്, കണ്ടില്ലേ? അപ്പോൾ എന്തായാലും ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി കാണാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതൊക്കെ പോയി കാണാം. അല്ല സമയം ഓഫ് ലിബർട്ടി. അപ്പോൾ നമ്മുടെ മാതൃഭൂമിയും ഡി ജെ അമ്യൂസ്മെൻറ്റും കൂടിയിട്ടുള്ള ഈ മാതൃഭൂമി ഓണച്ചമയട്ട കേസ് ഒരു എന്താ പറയുക നല്ലൊരു അനുഭവമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത്ര കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഇനി പോണത് സ്റ്റാളുകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് കുറേ സ്റ്റാളുകളുണ്ട്, ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ജയൻറ്റ് വീലുകൾ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്, അമ്യൂസ്മെൻറ്റ്സൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഭാഗത്താണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ല, നല്ലൊരു അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫോട്ടോകളൊക്കെ എടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് കയറി കഴിഞ്ഞാൽ ഇനി ഫുള്ള് സ്റ്റാളുകളാണ് കേട്ടോ, കുറേ സ്റ്റാളുകൾ. ഇത് നോക്ക്, നമ്മുടെ കിടക്കൻ്റെ മേലെ ഇടുന്നതല്ല ഇത്. ഇതിൽ നോക്കാം നോക്കാം. കുറേ സ്റ്റാളുകളൊക്കെ ഈ ഭാഗത്ത് ഓപ്പൺ ആവണുള്ളൂ കേട്ടോ. നമുക്കിതിന് ഈ സ്റ്റാളുകളൊക്കെ കണ്ടിട്ട് നമുക്ക് വെളിയിലേക്ക് പോകുമ്പോൾ അവിടെ ജയൻറ്റ് വീല് അങ്ങനെ കുറേ ആക്ടിവിറ്റീസുകളും ഉണ്ട് കേട്ടോ കേസ്. അപ്പോൾ നമുക്ക് അതും കൂടി കണ്ടിട്ട് തിരിച്ചു പോവാം. അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവിടെ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഈ ഭാഗത്ത് സ്പെഷ്യൽ പാവ് ബജിയും അല്ലേ, ചാട്ട്. Waiting for enter the world cinema magic 360 അല്ലേ. അപ്പോൾ ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട് കേട്ടോ. 360 ഡിഗ്രിയിൽ നമുക്ക് പോകുന്ന ഒരു സിനിമ സ്റ്റൈലിലുള്ള ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പ്രിയപ്പെട്ട എല്ലാ സംഭവങ്ങളും കളിക്കുന്ന എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ജയൻറ്റ് വീല് ഇതുകളല്ലേ, ഊഞ്ഞാല് ഇങ്ങനെ പോണത്, ഡ്രാഗൺ ഊഞ്ഞാല്, ഡ്രാഗന് എന്താ ഊഞ്ഞാല് ലെഫ്റ്റ് നോക്കിട്ടോ, നല്ല പൊക്കത്തിൽ പോകുന്ന ഊഞ്ഞാല് അല്ലേ, ഒക്കെ ഉണ്ട് കേട്ടോ. സോ
അപ്പോൾ ഈ ഓണമായിട്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു പരിപാടി വന്നില്ല എന്ന് വേണ്ട, എന്തായാലും നമ്മുടെ മാതൃഭൂമിയും DJ അമ്യൂസ്മെൻറ്റ്സൊക്കെ കൂടി ചേർന്ന് നടത്തുന്ന നമ്മുടെ ഓണച്ചമയം 2026 നമ്മുടെ കോട്ടൻ്റെ ഉമ്പർത്തുണ്ട്. കോട്ടയം നമ്മുടെ കോട്ട മൈതാനത്തിൽ നടക്കുകയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കേസ് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാനുണ്ട്, പിന്നെ കുറേ ആക്ടിവിറ്റീസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഓണത്തിന് നമുക്ക് അടിച്ചു പൊളിക്കാൻ പറ്റും. എല്ലാവരും പരിപാടി കേസ് അടിപൊളി പരിപാടിയാണ്. എൻട്രൻസ് ഫീസ് മാത്രം 100 രൂപ കുറച്ച് കൂടുതലല്ലേ എന്ന് മാത്രമേ എനിക്കൊരു അഭിപ്രായമുള്ളൂ, വേറെ ഒന്നും പ്രശ്നമില്ലാണ്ട് കേസ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സ്റ്റാളുകളും കാര്യങ്ങളും ആക്ടിവിറ്റീസുകളും കാണാനും അല്ലേ, രാജസ്ഥാൻ മോഡലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേസ്. അപ്പോൾ എല്ലാവരും വരിക, അടിപൊളിയായിട്ട്. എക്സിറ്റ്